നമ്മൾ അപ്പോൾ ഹൈബ്രിഡൈസേഷൻ്റെ കൺസെപ്റ്റൊക്കെ പഠിച്ചു. ഇനി അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു മോളിക്യൂളിൻ്റെ അതിലേക്ക് നമ്മളൊരു ഹൈബ്രിഡൈസേഷൻ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെൻട്രൽ ആറ്റം, നമുക്കറിയാം സെൻട്രൽ ആറ്റം എന്താണെന്ന്. അപ്പോൾ ആ സെൻട്രൽ ആറ്റത്തിലേക്ക് നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് നോക്കണം. അപ്പോൾ അതിനെ നോക്കണമെങ്കിൽ അതിലെന്താ അറിയേണ്ടത് ഫസ്റ്റ്, അതായത് വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺ അവൈലബിൾ ആയിട്ടുള്ളത് എത്ര ഓർബിറ്റൽസ് ഉണ്ട് എന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നമുക്ക് വാലൻസ് സ്റ്റേറ്റിൻ്റെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതായത് ഫില്ലഡ് ഓർബിറ്റലിൽ നിന്ന്, അതായത് വാലൻസ് ഷെല്ല് ഉണ്ടാവും ഫില്ലഡ് ഓർബിറ്റൽ, അതിൽ നിന്ന് വാക്കൻ്റ് ഓർബിറ്റലിലേക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോണെ പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്താ അറിയാം, ഈ എനർജി ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക്, അതായത് ഫില്ലഡ് ഓർബിറ്റൽ വാലൻസ് ഷെല്ലിൽ നിന്ന് വാക്കൻ്റ് ഓർബിറ്റലിലേക്ക് ഒരു ഇലക്ട്രോൺ പോകുമ്പോൾ അവിടെ എന്ത് വേണം, എനർജി ആവശ്യമുണ്ട്. ആ എനർജി നമുക്ക് ഇവിടുന്ന് കോമ്പൻസേറ്റ് ചെയ്യും. ഇതിൽ എനർജി ആവശ്യമുണ്ട്, നമുക്കറിയാം രണ്ട് ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എനർജി എന്ത് ചെയ്യുന്നുണ്ട്, ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനർജി ആവശ്യമുണ്ട്, ഇവിടെ ഈ എന്തെന്ന് എടുക്കും, ഇവിടെ ലിബറേറ്റ് ചെയ്യുന്നതിൽ നിന്ന് എനർജി എടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നത്. അതായത് ഒന്നും കൂടെ പറയാം, നമുക്കെന്താണ്, ഒരു വാലൻസ് ഷെൽ ഫില്ലഡ് ഓർബിറ്റലിൽ നിന്ന് വാക്കൻ്റ് ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്താണ്, അവിടെ ഇലക്ട്രോൺ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് വേണം, എനർജി ആവശ്യമുണ്ട്. ആ എനർജി ആവശ്യമുള്ള നമ്മൾ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, അതായത് ഓർബിറ്റൽസിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ബോണ്ട് ഫോം ചെയ്യുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എനർജി ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ആ എനർജിയാണ് ആരെടുക്കുന്നത്, ഒരു സ്റ്റേറ്റിൽ നിന്ന്, ഒരു ഫില്ലഡ് ഓർബിറ്റലിൽ നിന്ന് വാക്കൻ്റ് ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ പ്രൊമോട്ട് ചെയ്യാൻ ആവശ്യമായ എനർജി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഓരോ ഇതായിട്ട് പഠിക്കാം. അതായത് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവിങ് ഔട്ടർ ഷെൽ എസ് ആൻഡ് പി ഓർബിറ്റൽ. അതായത് ഫസ്റ്റ് വൺ എന്താണ്, എസ് പി ഓർബിറ്റലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് നമ്മൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഏതാണ്, ബെറീലിയം ഹൈഡ്രൈഡ്. ബെറീലിയം ഹൈഡ്രൈഡ് ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബെറീലിയം ഹൈഡ്രൈഡിൻ്റെ ഷേപ്പ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ബെറീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് അറിയണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവാണ്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ബെറീലിയം എന്തായിരിക്കും, 1s2 2s2. അതായത് ബെറീലിയത്തിൻ്റെത് പറയുന്നത് 4 ആണ്. അപ്പോൾ എന്താണ്, 1s2 2s2 വരെ ഉള്ളൂ. ഇവിടെ 2px 2py 2pz എന്ന് എന്താണ്, 0 ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എഴുതിയതാണ് 1s2 2s2 2p. അതായത് 2p 3 ഓർബിറ്റിൽ എന്താണ്, വാക്കൻ്റായി കിടക്കുകയാണ്. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ബെറീലിയം. അപ്പോൾ എന്തായിരിക്കും, ഇവിടെ 2sൽ എന്തുണ്ട്, 2 ഉണ്ട്. അതിൽ ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് എക്സൈറ്റ് ചെയ്യും, ഈ 2pയിലെ ഒരു ഓർബിറ്റലിലേക്ക് എക്സൈറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്, എന്താണ്, 1s2 2s1 2p1. അപ്പോൾ ഇവിടെ നോക്കാം, ഈ എസ്സും ഈ പിയും, ഇതിലെ ഈ എസ്സും പിയും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ട്. അതായത് ബെറിലിയത്തിൻ്റെ എസ് പി ഹൈബ്രിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1s2 പിന്നെ ഒരു എസ് പി രണ്ടും കൂടെ ഇതായിട്ട്, ഇതാണ് എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽ. പിന്നെ വാക്കൻ്റ് ആയിട്ടുള്ള 2p. അപ്പോൾ ഇവരാണെന്ത്, എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാക്കുന്നത്. അപ്പം ബെറീലിയം ഹൈഡ്രൈഡ് എന്താണ്, ഏത് ഹൈബ്രിഡൈസേഷനാണ് കാണിക്കുന്നത്, എസ് പി ഹൈബ്രിഡൈസേഷനാണ് കാണിക്കുന്നത്. നമ്മൾ എസ് പി ഹൈബ്രിഡൈസേഷൻ രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റലാണ് എന്ന് പറഞ്ഞിരുന്നു. അതായത് ψsp1 ഫസ്റ്റ് ഓർബിറ്റ് ഹൈബ്രിഡ് ഓർബിറ്റൽ എന്തായിരിക്കും, 1/√2. അതായത് a1 അതേമാതിരി b1 1/√2 ആണ്. അപ്പം 1/√2 ψ2s പ്ലസ് ψ2pz. അതുപോലെ ψsp2 അതായത് രണ്ടാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റലാണെങ്കിൽ 1/√2 ψ2s മൈനസ് ψ2pz. ഇതായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്, രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽ. അതുപോലെ നമുക്കറിയാം അതിൻ്റെ ജോമെട്രി എന്ന് പറഞ്ഞാൽ ലീനിയർ ജോമെട്രിയാണ്. ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 180 ഡിഗ്രി ആണ്. അതായത് അപ്പോൾ ബെറീലിയം എന്താണ്, രണ്ട് എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽ കാണിക്കും. അതായത് ആ രണ്ട് എസ് പി ഹൈബ്രിഡ് ഓർബിറ്റലും എന്താണ്, ഓരോ 1s ഹൈബ്രിഡ് ഓർബിറ്റ്, അതായത് ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യും.
ഇവിടെ അതാ ഇതിപ്പോൾ രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റിലാണ് കാണിക്കുന്നത്. അതായത് ബെറീലിയം ഹൈഡ്രൈഡ് കാണിക്കുന്ന 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽ. അതിൽ രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റലാണ് ഈ കാണിക്കുന്നത്. അതിൽ ഒരു sp ഹൈബ്രിഡ് ഓർബിറ്റൽ അടുത്ത വേറൊരു ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലായിട്ട് ഓവർലാപ്പ് ചെയ്തു. ഇത് അടുത്ത sp ഹൈബ്രിഡ് ഓർബിറ്റൽ വേറെ 1s ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തു. അങ്ങനെ ഇത് രണ്ടും നിൽക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 180 ഡിഗ്രി. അതായത് HBEH അതായത് ഹൈഡ്രജനായിട്ട് എന്താണ് ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കും, ഓവർലാപ്പ് ചെയ്യുന്നു. ഇതേപോലെ തന്നെയാണ് എന്തുള്ളത് ബെറീലിയം ഫ്ലൂറൈഡിൻ്റെതും കാണുന്നത്. സെയിം തന്നെയാണ്. അത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ബെറീലിയം ഹൈഡ്രൈഡ് പറഞ്ഞു. ഇനി നമ്മൾ അസറ്റൈലിയം മോളിക്യൂൾസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം അസറ്റൈലിയം മോളിക്യൂൾ 2 കാർബണും 2 ഹൈഡ്രജനും ഉള്ളത്. അപ്പോൾ കാർബൺ ആണ് ഫസ്റ്റ് സെൻട്രൽ ആറ്റമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു കാർബൺ, അതായത് ഫസ്റ്റ് നമ്മൾ ഒരു കാർബണാണ് കൺസിഡർ ചെയ്യുന്നത്. കാർബണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 1s2 2s2 2p2 ആണ്. അതായത് 1s2 2s2 2p2. അതുപോലെ എക്സൈറ്റഡ് സ്റ്റേറ്റിലെ കാർബൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1s2 2s1 2p3. അതിൽ എസ്സിലെ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ചെയ്തു വാക്കൻ്റ് ഓർബിറ്റലിലേക്ക് പോയി, അതായത് 2p3 ആയി. ഇനി ഇവിടെ sp ഓർബിറ്റലാണ്, ഹൈബ്രിഡ് ഓർബിറ്റലാണ് ഉണ്ടാക്കുന്നത്. അതായത് ഈ എസ്സും ഈ പിയും കൂടെ ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യും. അതായത് sp ഹൈബ്രിഡ് സ്റ്റേറ്റ് കാണിക്കുന്നത് എന്താണ്? 1s2യും പിന്നെ 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽ കാണിക്കും. 2 എന്തുണ്ട്? അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലും ഉണ്ട്. അതായത് ഇവിടെ എന്താണ്? 2 sp ഹൈബ്രിഡ് ഓർബിറ്റലും 2 അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലും ഉണ്ടാവും. sp ഹൈബ്രിഡ് ഓർബിറ്റൽ ലീനിയർ ഫാഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ എന്തായിരിക്കും? അതിന് മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു കാർബണിൻ്റെ മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒരു കാർബണിൻ്റെതാണിത്. അപ്പോൾ ഒരു കാർബണിൻ്റെതാണ് ഒരു sp. അങ്ങനെ 2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്തു. ഇവിടെ ഇത് രണ്ടും എന്താണ്? y ആക്സിസിലുള്ള ഒരു അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലും ഇതെന്താണ്? x ആക്സിസിലുള്ള ഒരു അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലും ഇതാണുള്ളത്. അതായത് sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഫോം ചെയ്യുന്നത് എന്താണ്? z ആക്സിസിലാണ്. ഇത് z ആക്സിസ് ആണ്. ഇത് y x. ഇത് രണ്ടും എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുന്നു ഈ ഇതിനായിട്ട്, z ആക്സിസിനായിട്ട്. അങ്ങനെ എന്ത് ചെയ്തു? 2 sp ഹൈബ്രിഡ് ഓർബിറ്റലാണ് ഫോം ചെയ്യുന്നത്. ഇതിന് ഇവിടെ നമ്മൾ പറഞ്ഞ C2H2 ഒരു കാർബണിൻ്റെതാണ് നമ്മൾ എഴുതി. ഇതേപോലെ വേറൊരു കാർബണും കൂടെ ഉണ്ട് അല്ലേ? C2 ആണ്. അപ്പം ഇതേപോലെ മറ്റേ കാർബണും എന്ത് ഫോം ചെയ്യുന്നുണ്ട്? sp ഹൈബ്രിഡ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇതിലെ sp ഹൈബ്രിഡ് ഓർബിറ്റിൽ 2 ഹൈബ്രിഡ് ഓർബിറ്റിലാണുള്ളത്. അപ്പോൾ ഒരു ഹൈബ്രിഡ് ഓർബിറ്റിൽ എന്ത് ചെയ്യും? മറ്റേ കാർബണിനായിട്ട് ഹെഡ് ഓവർലാപ്പ് ചെയ്യും. ഹെഡ് ഓൺ ഫാഷനാണ് ഇവിടെ കിടക്കുന്നത്. അതായത് ഹെഡ് ഓവർലാപ്പ് ചെയ്യും. മറ്റ് ബാക്കിയുള്ളതാണെന്ത്? ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഡയഗ്രാം നോക്കുക. അതായത് നേരത്തെ നമ്മൾ വരച്ചത് ഒരു കാർബൺ ഉള്ളതായിരുന്നു. ഇത് 2 കാർബൺ കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കാർബണിൻ്റെതാണ് ഇത് z ആക്സിസിലുള്ളത്. അതായത് sp ഫോം ചെയ്യുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽ ഒരു കാർബണിൻ്റെത്. ഇത് അടുത്ത കാർബണിൻ്റെ sp ഫോം ചെയ്യുന്ന അടുത്ത കാർബണിൻ്റെത്. ഇത് രണ്ടും എന്താണ്? y-ഉം x-ഉം രണ്ടും എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുന്നത്. അതായത് ഈ ഹൈബ്രിഡ് ഓർബിറ്റലിന് മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലാണ് ഇത് രണ്ടും. അതേമാതിരി ഇത് രണ്ടും അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഈ sp ഒരു കാർബൺ ഒറ്റയ്ക്ക് എന്തുണ്ടാക്കുന്നുണ്ട്? 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഒന്ന് എന്ത് ചെയ്യും? മറ്റേ കാർബണിനായിട്ട് എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്തിട്ട് ഈ ഇവിടെ ഫോം ചെയ്യുന്നത് കണ്ടോ? ഓവർലാപ്പാണ്. 2 കാർബൺ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നു. ബാക്കിയുള്ള ഭാഗമോ ബാക്കിയുള്ള പോർഷൻസ് എന്ത് ചെയ്യും? ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. ഇവിടെ അതാണ് ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്തു? ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. ഈ 2 മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുന്നവരെന്ത് ചെയ്യും? ഇവരാണ് എന്ത്? സൈഡ് വൈസ് ഓവർലാപ്പ് നൽകുന്നത്. അതുകൊണ്ട് എന്തുണ്ടാവും? പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. അതായത് ഇവിടെ നോക്കാം, ഇവിടെ 2 സിഗ്മ ബോണ്ട് CH ഒരു സിഗ്മ ബോണ്ട്, ഇവിടെ 2 സിഗ്മ ബോണ്ട്. അതേമാതിരി ഈ ഒരു കാർബൺ ഒറ്റയ്ക്ക് 2 സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഈ കാർബണോ 2 സിഗ്മ ബോണ്ട്. അങ്ങനെ ടോട്ടലി നമുക്ക് ഇവിടെ സിഗ്മ ബോണ്ട് എന്താണ് കിട്ടുന്നത്? 1 2 3 സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്.
അപ്പോൾ 3 സിഗ്മ ബോണ്ട് 2 പൈ ബോണ്ട്, ഇതാണ് അസറ്റൈലീൻ്റെ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇത് ലീനിയർ ആയിട്ട് നിൽക്കുന്നത്. ആംഗിൾ എന്താ അറിയാം, 180 ഡിഗ്രി ആണെന്നറിയാം. അപ്പോൾ ഇത്രയാണ് അസറ്റൈലീൻ മോളിക്യൂളുള്ളത്. അപ്പോൾ SP നമ്മൾ പറഞ്ഞിരുന്നത് ഏതൊക്കെയായിരുന്നു? ബെറിലിയം ഹൈഡ്രൈഡ്, ബെറിലിയം ഫ്ലോറൈഡ് സെയിം അതേപോലെ തന്നെയാണ്. അതുപോലെ അസറ്റൈലീൻ ആണ്. നെക്സ്റ്റ് നമ്മൾ sp2 ഹൈബ്രിഡൈസേഷനാണ് പറയാൻ പോകുന്നത്. അതിനൊരു എക്സാമ്പിളാണ്, ഫസ്റ്റ് എക്സാമ്പിളാണ് BH3 ബോറോൺ ഹൈഡ്രൈഡ്. അപ്പോൾ ബോറോണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇതാണ് നമുക്കറിയാം എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p1. അതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിലേത് 1s2 2s2 2p1. അപ്പോൾ ബോറോണിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എന്തായിരിക്കും നമുക്കറിയാം, ഇവിടെ എന്താണ് വാക്കൻ്റായി കിടക്കുന്നതിലേക്ക് എന്താണ് ഫില്ലഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അതായത് 1s2 2s1 2p2. അപ്പോൾ ഇവിടെ ഹൈബ്രിഡൈസേഷൻ ഫോം ചെയ്യുന്നത് എന്താണ്, ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യുന്നത് ഈ എസും 2pയും തമ്മിലാണ്, അതായത് sp2. അപ്പോൾ നമുക്ക് ബോറോണിൻ്റെ sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് എന്താ നോക്കാം. 1s2 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ, പിന്നെ 2p, അതായത് ഒരു വാക്കൻ്റ് ആയിട്ടുള്ള 2p ഓർബിറ്റൽ. ഇതാണ് ബോറോൺ ഹൈഡ്രൈഡിൻ്റെ sp2ൻ്റെ ഒരു ഹൈബ്രിഡ് സ്റ്റേറ്റ്. അപ്പോൾ ബോറോൺ ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ഹൈബ്രിഡ് ഓർബിറ്റലാണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ഹൈബ്രിഡ് ഓർബിറ്റൽ sp2 എന്താണ് 1/√3 s പ്ലസ് √2/3 px. ഇതാണ് ഫസ്റ്റ് ഹൈബ്രിഡ് ഓർബിറ്റൽ. ഇത് A1, ഇത് B1. ഇവിടെ C1 ഉണ്ടാവില്ല, കാരണം നമ്മൾ പറയുന്നു എക്സ് ആക്സിസ് മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ബാക്കിയുള്ള ടേം 0 ആണെന്ന് പറയുന്നു ഫസ്റ്റ് ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ കേസിൽ. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടതൊന്ന് നോക്കണം. ഈ രണ്ടാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറയുന്നതാണ് sp2 അതായത് 1/√3 s മൈനസ് 1/√6 px പ്ലസ് 1/√2 py. ഇതാണ് രണ്ടാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽ. ഇനി മൂന്നാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽ എന്താണ്, sp2 മൂന്നാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽ എന്താണ് 1/√3 s മൈനസ് 1/√6 px മൈനസ് 1/√2 py. അപ്പോൾ സെക്കൻഡ് ഓർബിറ്റലും തേർഡ് ഓർബിറ്റലും തമ്മിൽ ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ എന്താണ്, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബോറോൺ ഹൈഡ്രൈഡ് ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റലാണ് ഫോം ചെയ്യുന്നത്. അതായത് 3 ഇക്വലൻ്റ് എനർജി ഉള്ള, അതുപോലെ ഇക്വലൻ്റ് ഷേപ്പ് ഉള്ള 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റലാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് നിൽക്കുന്നത് എങ്ങനെ നോക്കാം. ഇതാണ് sp2 ഹൈബ്രിഡ് ഫോം ചെയ്യുന്നത്. ഇതിലേക്ക് എന്ത് ചെയ്യും, 3 ഹൈബ്രിഡ് ഓർബിറ്റിലേക്കും എന്ത് ചെയ്യും, 1s ഹൈഡ്രജൻ മോളിക്യൂൾ വരും. അതായത് ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ 1s വന്നിട്ട് ഓവർലാപ്പ് ചെയ്യും 3 ഹൈബ്രിഡ് ഓർബിറ്റലിലും. അതായത് എന്ത് ആംഗിളിലാണ് നിൽക്കുന്നത്, ബോറോണ് ഹൈഡ്രജൻ ആംഗിൾ BH എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രിയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ജോമെട്രി എന്ന് പറഞ്ഞാൽ എന്താ, ട്രയാഗണൽ പ്ലാനാറാണ്. ആംഗിൾ എന്ന് പറഞ്ഞത് 120 ഡിഗ്രിയാണ്. ഇവിടെ എന്താണ്, 3 ഹൈബ്രിഡ് ഓർബിറ്റലാണ് ഫോം ചെയ്യുന്നത്. അതായത് sp2 അതിൽ 3 ഹൈബ്രിഡ് ഓർബിറ്റലിലും എന്ത് ചെയ്യാണ്, ബോറോണിൻ്റെ 3 ഹൈബ്രിഡ് ഓർബിറ്റലിൽ ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റൽ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഓവർലാപ്പ് ചെയ്യുന്നു. ഇതിൽ BH3 എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. അത് പെട്ടെന്ന് തന്നെ ഡൈമറൈസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, B2s6 ആയിട്ടാണ് നിൽക്കുന്നത്. അത് ഡൈമറൈസ് ചെയ്യും. BH3 എന്ന് പറഞ്ഞാൽ അത്ര സ്റ്റേബിൾ അല്ല. പിന്നെ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന എത്തിലീനാണ്. അതായത് C2H4, അതായത് 2 കാർബണും 4 ഹൈഡ്രജനും. അതായത് ഒരു കാർബൺ വരെ 2 ഹൈഡ്രജനും പിന്നെ ഒന്നങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അടുത്ത കാർബണിലേക്ക്, പിന്നെ ഇതിൽ 2 ഹൈഡ്രജനും, അങ്ങനെയാണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. കാർബൺ എന്താണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിലെ കാർബൺ എന്ന് പറയുന്നത് എന്താണ്, 1s2 2s2 2p2, ഒരു വാക്കൻ്റ് ഓർബിറ്റലുണ്ട്. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റിലെ കാർബൺ എന്താണ്, 1s2 2s1 2p3. അപ്പോൾ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിൽ എന്തായിരിക്കും, 1s2ഉം 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റലും ഫോം ചെയ്യും. ഒരു അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലും ഉണ്ടാവും. ഇതാണെന്ത്, കാർബൺ അൺഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് ഇതിൽ എത്തിലീനിൽ. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഒരു കാർബണിൻ്റെത് നമുക്ക് നോക്കാം. 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ, ഇതെന്താണ്, അൺഹൈബ്രിഡൈസ്ഡ്
PZ ഓർബിറ്റിലാണ് ഈ നിൽക്കുന്നത്. ഇത് ട്രയാഗണൽ പ്ലാനാർ ഫാഷനിലാണ് നിൽക്കുന്നത്. ജോമെട്രി ട്രയാഗണൽ പ്ലാനാർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് 120 ഡിഗ്രി. അതായത് ഇവിടെ 1 2 3 4 5 സിഗ്മ ബോണ്ട് ഉണ്ടായത്. അതായത് ഇനിയിപ്പോൾ നമ്മൾ 2 കാർബണിൻ്റെ നോക്കുകയാണെങ്കിൽ ഇതാ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റിലാണ് ഫോം ചെയ്തത്. അതായത് 1s ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 2 ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മൂന്നാമത്തെ എന്താണ്, അടുത്ത മറ്റേ കാർബണിനായിട്ടാണ് എന്ത് ചെയ്ത് കണക്ട് ചെയ്തത്. അപ്പോൾ ഇതെന്താണ്, ഈ കാർബണിൻ്റെ sp2 ഹൈബ്രിഡ് ഓർബിറ്റിലാണ്, ഇതും ഈ കാർബണിൻ്റെ sp2 ഹൈബ്രിഡ് ഓർബിറ്റിലാണ്. അതും എന്താണ്, ഒന്ന് ഈ കാർബണായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് H2 നമുക്കറിയില്ല, 2 H2. അതായത് ഈ ഒരു കാർബൺ തന്നെ H2ഉം ഈ കാർബൺ S2ഉം അങ്ങനെ S4 ആയി. പിന്നെ എന്ത് ചെയ്തു, അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ട് കിടക്കുന്ന 2 p ഓർബിറ്റൽ തമ്മിൽ എന്ത് ചെയ്യും, സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്യും. അതാണ് നമുക്ക് കിട്ടുന്നത് പൈ ഓർബിറ്റൽ. അവിടെ നോക്കാം, ഇതാ ഹൈഡ്രജനായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്തു, ഈ കാർബണും ഹൈഡ്രജനായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഇവിടെ ഒന്ന് ഒരു കാർബൺ ഉള്ള എന്ത് ചെയ്തു, സിഗ്മ ബോണ്ടും അടുത്തെന്താണ് ഈ സൈഡ് വൈസ് ഓവർലാപ്പാണ് എന്ത് പൈ ബോണ്ടായിട്ട് ഫോം ചെയ്യുന്നത്. ഇതെന്താണ്, ട്രയാഗണൽ പ്ലാനാർ ഫാഷനാണ് ഇതിൻ്റെത്. അത് നോക്കാം, ഒരു കാർബൺ ഒറ്റയ്ക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം, ട്രയാഗണൽ പ്ലാനാറാണ്. ഇതിങ്ങനെ ഒറ്റൊന്ന്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇത്, അപ്പോൾ ട്രയാഗണൽ പ്ലാനാറാണ് ഇതിൻ്റെ ജോമെട്രി. നെക്സ്റ്റ് നമ്മൾ sp3ൻ്റെതാണ് പറയുന്നത്. sp3ൻ്റെ ഒരു എക്സാമ്പിളാണ് CH4 മീഥെയ്ൻ. ഇപ്പോൾ കാർബണിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇത് എഴുതണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം എന്താണ്, 1s2 2s2 2p2. അതിന് നമ്മൾ എക്സൈറ്റഡ് സ്റ്റേറ്റ്, അതായത് 2s2ന്ന് ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് എക്സൈറ്റ് ചെയ്യണം, 2pയിൽ ഒരു വാക്കൻ്റ് കിടക്കുന്നതിലേക്ക് എന്ത് ചെയ്യണം, എക്സൈറ്റ് ചെയ്യണം. അങ്ങനെ എക്സൈറ്റ് ചെയ്തതാണത് എക്സൈറ്റഡ് സ്റ്റേറ്റ്. കാർബൺ ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്താണ്, 1s2 2s1 2p3. ഇവിടെ ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത് എസും 3p ഓർബിറ്റിലാണ്. അതായത് sp3 ഹൈബ്രിഡ് ഓർബിറ്റിലാണ് നടക്കുന്നത്. അതായത് നമുക്ക് നോക്കാം, കാർബൺ ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിൽ എന്താണ് 1s2 ഉണ്ട്. പിന്നെ എന്താണ് sp3 ഹൈബ്രിഡ് ഓർബിറ്റിലാണ് ഫോം ചെയ്യുന്നത്. ഇവിടെ വാക്കൻ്റ് ആയിട്ട് ഒറ്റ ഓർബിറ്റലും ഇല്ല. അപ്പോൾ ഇവിടെ എന്താണ് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ, 4 ഹൈബ്രിഡ് ഓർബിറ്റലാണ് കിട്ടുന്നത്. അപ്പോൾ ആ 4 ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ നമുക്ക് നോക്കാം. ആ 4 ഹൈബ്രിഡ് ഓർബിറ്റൽ ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് sp3 1, അത് ഫസ്റ്റ് ഹൈബ്രിഡ് ഓർബിറ്റലാണ് 1/2 s പ്ലസ് √3/2 px. രണ്ടാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽ 1/2 s മൈനസ് 1/2 √3 px പ്ലസ് √2/3 pz. ഇവിടെ y ടേം ഇല്ല, py ഇല്ല. തേർഡ് ഹൈബ്രിഡ് ഓർബിറ്റൽ 1/2 s മൈനസ് 1/2 √3 px പ്ലസ് 1/√2 py മൈനസ് 1/√6 pz. നാലാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽ 1/2 s മൈനസ് 1/2 √3 px മൈനസ് 1/√2 py മൈനസ് 1/√6 pz. ഇതാണ് 4 ഹൈബ്രിഡ് ഓർബിറ്റൽ. ഇവിടെ ഈ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ എന്താണ്, ഇക്വലൻ്റ് എനർജി ആയിരിക്കും, അതുപോലെ ഷേപ്പ് ആയിരിക്കും. അതെന്താണ്, ടെട്രാഹെഡ്രൽ ജോമെട്രിയിലാണ് കാണിക്കുന്നത്. CH4 മീഥെയ്ന് റെഗുലർ ടെട്രാഹെഡ്രൽ ആയിരിക്കും ജോമെട്രിയുടെ. ആംഗിൾ എന്ന് പറയുന്നത് ബോണ്ട് ആംഗിൾ എന്താണ് 109 ഡിഗ്രി 0.282 മിനിറ്റാണ്. അപ്പോൾ അതിനെ നോക്കാം എങ്ങനെയാണെന്ന്. നമ്മുടെ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റിലാണ്. അതിലേക്ക് എന്ത് ചെയ്യാണ്, ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റിൽ ഓവർലാപ്പ് ചെയ്താണ് ഈ കാണുന്നത്. ഇതാണ് എന്താ ടെട്രാഹെഡ്രൽ ഷേപ്പ്. അതായത് നമുക്കിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ അമോണിയ NH3ൻ്റെതാണ് നോക്കുന്നത്. NH3ൻ്റെതാണ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നൈട്രജൻ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അത് എഴുതണം. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമുക്കറിയാം 1s2 2s2 2p3 അതാണ് നൈട്രജൻ്റെ. അപ്പോൾ അതാണ് നമ്മൾ എഴുതിയത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ 1s2 2s2 2p3. ഇവിടെ വാക്കൻ്റ് ആയിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, എസ് എന്ന് പിയിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നില്ല. ഇവിടെ നോക്കാം sp3 ഹൈബ്രിഡ് സ്റ്റേറ്റ്. ഇവിടെ ഡയറക്റ്റ് എന്ത് ചെയ്യാണ്, എസും ഈ പിയും തമ്മിൽ എന്ത് ചെയ്യാണ്, ഇൻ്റർമിക്സിങ് അറ്റോമിക് ഓർബിറ്റൽസ് ഡയറക്റ്റ് മിക്സിങ് ചെയ്യാണ്. അവിടെ എന്താണ്, വേറെ ഒന്നും എക്സ്ട്രാ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും നടക്കുന്നില്ല. ഓക്കെ,
അപ്പോൾ എന്ത് ചെയ്യും, sp3 ഹൈബ്രിഡ് സ്റ്റേറ്റിൽ എന്ത് ചെയ്യും, 1s sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റലാണ് കിട്ടുന്നത്. അതിലൊന്ന് എന്താണ്, കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, ബാക്കി 3 എന്താണ്, ഹാഫ് ഫിൽഡ് ആണ്. ഇവിടെ നൈട്രജൻ്റെ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റലാണ്. അതിൽ എന്താണ് 3 ഹാഫ് ഫിൽഡ് ആയിരുന്നു. അതെന്ത് ചെയ്യും, 3 ഹൈഡ്രജനായിട്ട് എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്യും. ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് എന്ത് ചെയ്യാണ്, ഓവർലാപ്പ് ചെയ്യും. 4ാമത്തെ എന്താണ്, അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് നിൽക്കുന്നത് ലോൺ പെയർ ആയിട്ട് അവിടെ നിൽക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്, പിരമിഡൽ ഷേപ്പാണ്. അതായത് ലോൺ പെയർ ആണ്. അത് നമുക്കറിയാം sp3 ഹൈബ്രിഡൈസേഷൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 109 ഡിഗ്രി 28 മിനിറ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ബോണ്ട് പെയറും ബോണ്ട് പെയർ റിപ്പൾഷനും ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷനും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷനാണ് കൂടുതൽ മാഗ്നിറ്റ്യൂഡ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അതിൻ്റെ ആംഗിൾ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. 109 ഡിഗ്രി 28 മിനിറ്റ് ഡിക്രീസ് ചെയ്തിട്ട് എന്തായി മാറും, 107ലേക്ക് ആംഗിൾ ഡിക്രീസ് ചെയ്യും. അതായത് ഇവിടുന്ന് ആംഗിൾ ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക. ഇത് ഇവിടെ ശരിക്കും ടെട്രാഹൈഡ്രലാകുമ്പോൾ ഇവിടെ ആയിരിക്കും ഉണ്ടാകുന്നത്. അതെന്ത് ചെയ്യും, കുറച്ചും കൂടി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ റിപ്പൾഷൻ കൂടുന്നത് കൊണ്ട് ഇങ്ങോട്ട് മാറുന്നതുകൊണ്ട് ഇവിടുത്തെ ആംഗിൾ എന്താകും, 107 ആയിട്ട് മാറും. അപ്പോൾ NH3ൻ്റെ ജിയോമെട്രി എന്താണ്, പിരമിഡൽ ഷേപ്പ്. ബോണ്ട് ആംഗിൾ എത്രയാണ്, 107. അവിടെ ഒരു ലോൺ പെയർ ഉണ്ട്, ബാക്കി 3 ഹൈഡ്രജനായിട്ടൊക്കെ സിഗ്മ ബോണ്ടും ഉണ്ട്. ഓക്കെ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, NH4+ ആണ് നോക്കുന്നത്. അപ്പോൾ NH4+ എന്താണ്, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നൈട്രജൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയണം. അതെന്താണ്, 1s 2s 2p, അതായത് 1s 2s 2p3. അതിൻ്റെ എക്സിറ്റ് സ്റ്റേറ്റ് ഒന്നുമില്ല, കാരണം എന്താണ്, പി ഓർബിറ്റൽ വാക്കൻ്റ് ആയിട്ടില്ല. അതുകൊണ്ട് എന്താണ്, അവിടെ അങ്ങനെ എക്സൈറ്റ്മെൻറ്റ് ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എസും പിയും തമ്മിൽ ഇൻ്റർമിക്സിങ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്നിൻ്റെ sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 1s 2ഉം ഇവിടെ എന്താണ് 4 ഹൈബ്രിഡ് ഓർബിറ്റലും 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റലാണ്. 1 എന്താണ് കംപ്ലീറ്റ്ലി ഫില്ലഡ്, ബാക്കി 3 ഹാഫ് ഫില്ലഡ് ആണ്. അതായത് നമ്മൾ നേരത്തെ കണ്ട NH3 പോലെ തന്നെയാണ് ഇതിൻ്റെയും. അപ്പോൾ ഇതിലെന്താണ് 3 ഇനി ഇതിലേക്ക് എന്ത് ചെയ്യാണ്, NH4+ ആണ്. അപ്പോൾ അതിലേക്ക് എന്താണ് 3 ഹൈഡ്രജൻ വരും, 3 ഹൈഡ്രജൻ വരും. അതുപോലെ എന്താണ് ഒന്ന് വരുന്നത് എന്താണ് 1H+ ആണ്. അതായത് ഒരു H+ ആറ്റമാണ് വരുന്നത്. H+ എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈഡ്രജൻ നമുക്കറിയാം ഒരു ഇലക്ട്രോണാണ് ഉള്ളത്. അപ്പോൾ H+ ആകുമ്പോൾ ആ ഇലക്ട്രോണും ഇല്ല. അപ്പോൾ ആ ലോൺ പെയർ ഉണ്ടായിരുന്ന നൈട്രജൻ നമ്മൾ പറഞ്ഞു 3 ഇത് ഹൈബ്രിഡ് ഓർബിറ്റലുണ്ട്. അതിൽ ഒന്ന് എന്താണ് ലോൺ പെയർ ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞിരുന്നു നേരത്തെ. അപ്പോൾ ആ ലോൺ പെയറിൻ്റെ സ്ഥാനത്ത് എന്തായിട്ട് വരും, ആ H+ ഉള്ളത് ആൾ വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പോൾ H+ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ലോൺ പെയർ അവിടെ എന്ത് ചെയ്യും, H+ കൊടുക്കും. നമ്മൾ പഠിച്ചിരുന്നു കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട്. കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആറ്റം തന്നെ എന്ത് ചെയ്യുക, 2 ഇലക്ട്രോണും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് കോർഡിനേറ്റ് ബോണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം നൈട്രജൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ആണെങ്കിൽ എന്താണ്, ഇവിടെ 3 ഹൈഡ്രജൻ വരും. അതായത് നൈട്രജൻ 3 ഹാഫ് ഫില്ലഡ് ആയിട്ടുള്ള 3 ഭാഗത്തേക്ക് എന്ത് ചെയ്യാണ്, ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റിൽ വരുമായിരുന്നു. ഇവിടെ ലോൺ പെയർ ആയിരുന്നു. എങ്കിൽ എന്താണ്, ഇവിടെ H+ സെൻറ്ററിൽ ഒരു ആറ്റമാണ്. അതായത് ഹൈഡ്രജന് ഇലക്ട്രോൺ ഇല്ല, H+ ആണ്. അപ്പോൾ അതെന്ത് ചെയ്യും, ഇവിടെ വരും. അതുകൊണ്ട് എന്താണ്, നൈട്രജൻ്റെ 2 ലോൺ പെയറും എങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും, ഈ ഹൈഡ്രജനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യും. അതായത് കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ടാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെട്രാഹെഡ്രലാണ്. ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞതാണ് 109 ഡിഗ്രി 28 മിനിറ്റ്. അത് തന്നെയാണ്. അതായത് നമ്മൾ CH4 ഉള്ള അതേപോലെ തന്നെയാണ് എന്ത് NH4+, അതിൻ്റെയും നമ്മൾ കാണാൻ പറ്റുന്നത്. അതായത് അമോണിയം അയോൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് വാട്ടർ മോളിക്യൂൾ H2O-ൻ്റെതാണ്. അപ്പോൾ ഇവിടെ സെൻട്രൽ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്സിജൻ ആണ്. ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം 1s2 2s2 2p4 ആണ്. അപ്പോൾ ഓക്സിജൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് 1s2 2s2 2p4. ഇനി ഇതിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ എസും ഈ പിയും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നു. അപ്പോൾ അതായത് ഇൻ്റർമിക്സിങ് നടക്കുന്നു. അപ്പോൾ ഓക്സിജൻ sp3 ഹൈബ്രിഡ് സ്റ്റേറ്റ് ആണ് നടക്കുന്നത്. അതിനെ നോക്കാം. അതായത് 1s
4 sp3 ഹൈബ്രിഡ് ഓർബിറ്റലാണ് ഫോം ചെയ്തേക്കുന്നത്. അത് 2 എന്താണ് കംപ്ലീറ്റ്ലി ഫില്ലഡും 2 ഹാഫ് ഫില്ലഡും ആണ്. അപ്പോൾ ഈ കംപ്ലീറ്റ് ഫില്ലഡ് ആയിട്ടുള്ളത് എന്തായിട്ട് നിൽക്കും? ലോൺ പെയർ ആയിട്ട് നിൽക്കും. ഇത് രണ്ടുമാണ് എന്ത് ചെയ്യുക? ഹൈഡ്രജൻ ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം വാട്ടർ മോളിക്യൂളിൽ 2 ലോൺ പെയർ ഉണ്ട്. അതായത് 2 സെറ്റ് ലോൺ പെയർ ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഷേപ്പ് എന്താണ്? ബെൻഡ് ഷേപ്പാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതാണ് വാട്ടർ മോളിക്യൂളിൻ്റെത്. അതിൽ 2 ഹാഫ് ഫില്ലഡ് ആയിട്ടുള്ള sp3 ഹൈബ്രിഡ് ഓർബിറ്റ് എന്ത് ചെയ്യും? ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് ബാക്കി 2 ഭാഗത്തും, അതായത് കംപ്ലീറ്റ്ലി ഫില്ലഡ് ആയിട്ടുള്ള ഭാഗത്ത് എന്താണ്? ലോൺ പെയർ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ബെൻഡ് ഷേപ്പ് വരാൻ കാരണം. ശരിക്കും ഇത് ടെട്രാഹെഡ്രൽ ആവേണ്ടതാണ്. എന്നാൽ എന്താണ് ഇവിടെ 2 ഭാഗത്തും എന്ത് നടക്കുന്നില്ല? ഓവർലാപ്പ് നടക്കുന്നില്ല. അവിടെ 2 ഭാഗത്തും ലോൺ പെയർ ആണ്. അതുകൊണ്ട് എന്താണ്? ഇത് ബെൻഡ് ഷേപ്പാണ്. ഹൈബ്രിഡൈസേഷൻ sp3 തന്നെയാണ്. ഇനി അതിൻ്റെ ആംഗിൾ നോക്കാം. അതായത് ശരിക്കും നമ്മൾ ടെട്രാഹെഡ്രലിൻ്റെ ആംഗിൾ എത്രയായിരുന്നു പറഞ്ഞാൽ 109 ഡിഗ്രി 28 മിനിറ്റ് ആയിരുന്നു. എന്നാൽ ഈ വാട്ടർ മോളിക്യൂളിൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 104 ഡിഗ്രി 28 മിനിറ്റ്. അതാണ് 27 മിനിറ്റ്. 104 27 മിനിറ്റാണ് വാട്ടർ മോളിക്യൂൾ. നമുക്കറിയാം എന്താണ്? ലോൺ പെയർ റിപ്പൾഷൻ, അതുപോലെ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ, ബോണ്ട് പെയർ റിപ്പൾഷൻ. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ആർക്കായിരിക്കും? ലോൺ പെയർ റിപ്പൾഷൻ ആണ്. അപ്പോൾ 2 ലോൺ പെയർ ഇത് മാക്സിമം റിപ്പൾഷനിലാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ. അതായത് നമുക്ക് ഈ ഒരു പിക്ചർ നോക്കാം. ലോൺ പെയറും മാക്സിമം ഡിസ്റ്റൻസിലായിരിക്കും നിൽക്കുന്നത്. കാരണം എന്താണ്? ഇവർ തമ്മിൽ റിപ്പൾഷൻ കൂടുതലാണ്. പിന്നെ എന്ത് ചെയ്യും? ഈ ലോൺ പെയറും ബോണ്ട് പെയറും ഇവർ തമ്മിലുള്ള ഇതാണ് രണ്ടാമത്തത്. അപ്പോൾ ഇവരും എന്ത് ചെയ്യും? മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കും. അതായത് ഇവിടെ ബോണ്ട് പെയർ റിപ്പൾഷൻ ആയിരിക്കും കുറവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ എന്ത് ചെയ്യും? ബോണ്ട് ആംഗിൾ കുറയും. അതാണ് 104 ആവാനുള്ള കാരണം. അതായത് 104 ഡിഗ്രി 27 മിനിറ്റ് ആവാനുള്ള കാരണം അതാണ്. അതായത് ലോൺ പെയർ റിപ്പൾഷനും അതുപോലെ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷനും വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് മാക്സിമം ബോണ്ട് ആംഗിൾ കുറയാനുള്ള കാരണം.